എന്തായാലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നെ അല്ലേ, ഒറ്റയ്ക്ക് താമസം നമുക്ക് ഒന്ന് പുറത്തോട്ടിറങ്ങാവോ, ഇതെവിടെയാ നിൽക്കുന്നു പറയാൻ പറ്റുമോ? ഞാനിത് മണ്ണിടിച്ചിലാന്നാട്ടോ വിചാരിച്ചത്. അയ്യോ, ആന കയ്യാലയും പോയില്ലേ? കയ്യാല ചവിട്ടും ഇടിഞ്ഞു പോയി. മോളത്തെയും പോയില്ലേ? മോളത്തെ അവിടെയും കയ്യാല പോയി, ഇവിടെയും കയ്യാല. രണ്ട് ഇതേപോലത്തെ രണ്ട് കട്ടായിട്ട്, ഈ രണ്ട് കട്ടായിട്ട് നിന്ന കയ്യാലല്ലേ? അതെ അതെ, കയ്യാല മൊത്തം പോയിട്ട് അത് JCBക്ക് മണ്ണ് ചോലയായിട്ട് റോട്ടി വീണ്. ഇത് ഇനി മാറ്റണമെങ്കിൽ നല്ലൊരു പണിയാണ്. അതെ, നാളെ മറ്റേ പിന്നെ കറണ്ട് ബില്ല് നോക്കാൻ വന്നയാള് ഇത് ഈ പകല് ഓടിച്ചതല്ലേ? അതുകൊണ്ട് അതറിയാവുന്നോണ്ടാ ഞാൻ ഈ പടക്കം പൊട്ടിച്ച് പോകുന്നത്. അയാളത് പിന്നെ ഈ വഴി വന്നിട്ടില്ല. ഇത്രയും വലിയ ഇറക്കത്തിലും ആന ഇറങ്ങി. അയ്യോ, ഇതൊന്നും ആനയ്ക്കൊരു വിഷയമല്ല. അത് നല്ല വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പോൾ രാത്രിയാകുമ്പോ ഇറങ്ങും, പകല് മൂളി കയറി നിൽക്കും. അത് എന്നാന്ന് അതിന്റെ ചാണകത്തിനകത്ത് കാണണം, മാമ്പഴം, അണ്ടി, ചക്ക, കുരു. ഫെൻസിങ് പണ്ടൊരു കാലത്ത് ഇട്ടതാ. അതെല്ലാം ആന മരമെല്ലാം തള്ളിയിട്ട് അതെല്ലാം കളയുന്നേ. അത് തന്നെയല്ലേ ഈ ഫെൻസിങ് നമ്മൾ മാസത്തിലൊരിക്കലും ലൈൻ പോയി നോക്കണം. ഇതൊക്കെ കയറി വള്ളിയും കാടും എല്ലാം കൂടി ചുറ്റിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഇത് കൂട്ട് ഒരെണ്ണം കൂടെ അലാറം കൂടെ വെച്ച് തരാൻ ഒരാളെ സ്പോൺസർ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങ് വെച്ച് നോക്കാം. അവിടെ ഒരു ചാലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കാം. ഈ ഭാഗത്ത് വെക്കണ്ടേ? അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരവ് കുറവാണ്, അവിടുന്ന് ഇങ്ങോട്ടാ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മത്തഞ്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. ആന വീണ്ടും വന്ന ആ ഒരു സംഭവമൊക്കെ നിങ്ങൾ കണ്ടതാണ്. വളരെ ഭീകരമായൊരവസ്ഥയായിരുന്നു. അലാറം ഉള്ളതുകൊണ്ട് അടിച്ചു. അവർ വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയില്ല, പക്ഷേ കറങ്ങി തിരിഞ്ഞ് വന്ന് വീണ്ടും വീടിൻ്റെ താഴെ ഭാഗത്തെ ഒരു തെങ്ങാണ് മറിച്ചത്. രാത്രി തന്നെ അവർ എന്നെ വിളിച്ചിരുന്നു, പക്ഷേ നമുക്ക് ആ രാത്രിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അവരോട് അനങ്ങാതിരുന്നോ എന്നുള്ള രീതിയിലൊക്കെ അവരോട് സംസാരിച്ചു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ആനയെ പായിക്കുകയായിരുന്നു. ഏതായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് നമുക്കറിയാലോ. ഇതിൽ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തങ്കഞ്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ അലാം സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരുന്നു. അതിനുശേഷം അന്ന് രാത്രി നമ്മൾ വെച്ചതിൻ്റെ പിറ്റേ ദിവസം രാത്രി ആന വന്നിരുന്നു. പക്ഷേ അതിൻ്റെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ ഈ അലാം സിസ്റ്റം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓഫാക്കുകയോ ഓണാക്കുകയോ ചെയ്യാനുള്ള സംവിധാനം പഠിപ്പിച്ചിരുന്നു. ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഓഫാക്കി വെക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവർ ഓഫാക്കി വെച്ചിട്ട് പിന്നെ ഓണാക്കാൻ മറന്നുപോയി. പക്ഷേ നമ്മളത് അവരോട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു അവരത് ഓഫാക്കി വെച്ചിരുന്നു. ആന വന്നപ്പോൾ അലാറം അടിച്ചില്ല. ആന അലാറത്തിൻ്റെ അപ്പുറമൊക്കെ നിന്ന് മറ്റേ ചക്കയൊക്കെ പറിച്ച് തിന്നു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് കരുതി. ഏതായാലും കഴിഞ്ഞ രാത്രിയിലും അലാറം അടിച്ചിരുന്നു. ആനയാണോന്ന് അറിയത്തില്ല എന്നും പറഞ്ഞു. ഏതായാലും പിന്നെ ആന ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. വളരെ റിസ്ക് എടുത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ജിഷോയി ഇല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജിഷോയും ഞാനും കൂടെ ഒരുമിച്ചാണ് പോയത്. പിന്നെ ഈ വഴിക്ക് മത്തഞ്ചേട്ടൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ വേറെ വീടുകളും ഇല്ല. വീടുകൾ മാത്രമേ ഉള്ളൂ, ആളുകളൊന്നും താമസമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടാണല്ലോ ചേച്ചി എനിക്ക് പടക്കമൊക്കെ എടുത്ത് തരുന്ന രംഗമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അത് ഇപ്പോഴത്തെ മലയോര പ്രദേശത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് നമുക്കതിലൂടെ മനസ്സിലാകുന്നത്. ഏതായാലും പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ആയതുകൊണ്ടും റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ പടക്കം കയ്യിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. ഏതായാലും നമ്മൾ ഓരോ വളവെത്തുമ്പോഴും പടക്കം പൊട്ടിച്ചിട്ട് പോകാൻ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഏതായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഏതായാലും കയ്യിൽ വെച്ച് പൊട്ടിക്കാൻ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കത്തിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അടാറ് പടക്കാട്ടോ, നല്ല സൗണ്ടാണ്. ഇത് പൊട്ടിച്ചിട്ടേ നമുക്ക് പോക്ക് നടക്കുകയുള്ളൂ. ഏതായാലും നമ്മൾ പൊട്ടിച്ചേട്ടോ. ഓരോ വളവെത്തുമ്പോഴും പൊട്ടിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഇതാണ് സ്ഥിതി. കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവനും കൂടെ ഉള്ളായിരുന്നുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ ഇതിന് മുന്നേ പല പ്രാവശ്യം ആന വന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. മത്തഞ്ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ താഴെയുള്ള പ്രദേശമാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പടക്കം പൊട്ടിച്ചിട്ട് പോകാം എന്ന് കരുതി. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ആന കയറിപ്പോയത് കേട്ടോ, അവരുടെ വീടിൻ്റെ അങ്ങോട്ട്. ഇന്ന് ഇച്ചിരി വെയിലുള്ളതുകൊണ്ടൊരു സമാധാനമുണ്ട്. മഴയായിരുന്നെങ്കിൽ പെട്ടുപോയനെ. ഒന്ന് ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഇത്ര റിസ്ക് തോന്നിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചെറിയ റിസ്ക്കാണ്.
നമുക്ക് നോക്കാം. അധികം സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. ഈ ഏരിയയാണ് ഏറ്റവും ഡേഞ്ചർ. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കാണാം. ഇവിടെയൊക്കെ കാട് വല്ലാണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. തെളിഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എല്ലായിടത്തും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പുറകോട്ടും പിന്നെ ഓരോ വളം എത്തുമ്പോഴും ദൂരേക്കൊക്കെ നോക്കിയിട്ടാട്ടോ പോകുന്നത്. നേരെ അങ്ങ് കയറി ചെല്ലുന്നില്ല. മുകൾവശവും താഴ്വശമൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ പോകുന്നത്. പറയാൻ പറ്റിയല്ല ഇവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. പക്ഷേ ഇവർ രണ്ട് മനുഷ്യരിവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അവരെ ഒന്ന് ഇടയ്ക്ക് പോയി അന്വേഷിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് പോവുകയാണ്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ വേണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഈ വഴി റൂട്ട് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതുണ്ടോ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഇറങ്ങി വന്നേക്കുന്ന ഇടിച്ച് വെച്ചേക്കുന്ന മണ്ണ് മൊത്തം ഇടിച്ച് ഇറങ്ങിയേക്കുന്നത് കാണാം. അവിടെ റോട്ടിലൊരു ചക്കയൊക്കെ ഭക്ഷിച്ചിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. ഈ വഴിയേ തന്നെയാണ് നേരെ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ആ സംഭവം കണ്ടത്. ഇറങ്ങി വന്ന വഴി അന്ന് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വഴിയെ കൂടെ തന്നെ ഈ വഴിയെ തന്നെയാണ് ആന വരുന്നതെന്നുള്ളത്. അത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ഒന്നിൽ കൂടുതലുണ്ടെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. സകല കയ്യാലകൾ ഇടിച്ച് വെച്ചേക്കണം കണ്ടോ. ഇതിലിങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതാ ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന കാണാം. ഇതാ ആനപ്പിണ്ടം കണ്ടോ. അതുപോലെ ഇവിടെ ഈ തെങ്ങിൻ്റെ ചവിട്ടി വന്നിട്ടുണ്ട്. ഈ തെങ്ങ് മറിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരമൊക്കെ തുമ്പിക്കൈ ഇതാക്കി അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഏതായാലും പടക്കം പൊട്ടിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ പോകുന്നത്. ഇതിലൊക്കെ ആന നടന്നു പോയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെയാണ് ആന നടന്ന് ഇതാ പോയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വെള്ളം തിരിക്കാൻ വേണ്ടി വന്ന പ്രദേശം ഇതാണ്. നമുക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എന്താ സ്ഥിതി എന്നുള്ളത്. ഏതായാലും അലാം സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് സംഭവം ഓണാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇത് ഓണല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നത്. ഞാനിതിൻ്റെ ചുട്ടി കൂടെ പോയിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ പുല്ല് കിടക്കുന്ന കാണാം കേട്ടോ. ഇതുണ്ടോ ഇവരിക്കിങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുരുത്തം കൊണ്ട് വീടിൻ്റെ അങ്ങോട്ട് പോവില്ല. പടക്കം പൊട്ടിക്കുന്ന കേട്ടപ്പോൾ പേടിച്ചു പോയാ? ഞാൻ ഓർത്ത് നീ എസ്റ്റേറ്റിൽ നിന്ന് പൊട്ടിച്ചാണോ? അവിടെ പൊട്ടിക്കാറിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പിടിപ്പിച്ചിട്ട് വന്നതിന് ശേഷം ആന വന്നല്ലേ? ഒന്ന് വന്ന് അത് അലാറം മുഴങ്ങിയായിരുന്നു. സൗണ്ട് വെച്ചപ്പോൾ പക്ഷെ അവിടെ വന്നിട്ട് ഇതിന്റെ സൗണ്ട് കേട്ട് തിരിച്ചു പോയി. അതിന് മുന്നത്തെ ദിവസം ഒരു പ്രാവശ്യം വന്നിട്ട് അടിച്ചില്ലല്ലോ? അത് അന്ന് അടിച്ചില്ല. അത് ഓഫായിരുന്നു. അത് പോയി ഓണാക്കി നോക്കുമ്പോൾ സംഭവമായി. സംഭവം രാത്രി അടിക്കുന്നുണ്ടല്ലോ അത്? ഇന്നലെ അടിച്ചില്ല. വന്നില്ല. എന്തായാലും വന്നാലേ അടിക്കുള്ളൂ. എന്തായാലും ജീവികളൊക്കെ വന്നാലേ അടിക്കുള്ളൂ. മിനിയാന്ന് അടിച്ചു. ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. അതിന്റെ തല 2 ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച മറ്റേ ആന വന്നു. അലാറം അടിക്കാത്ത ദിവസം വന്നിട്ട് അത് ഓഫായിരിക്കില്ലേ? ആ മതിലൊക്കെ ഇടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതാ അന്ന് ഇത് ഓഫായിരിക്കുമല്ലേ അന്ന് കൃത്യം കിട്ടിയത്. അപ്പൊ പിന്നെ പോയി ഞാൻ ഒന്ന് നോക്കുമ്പോഴാണ് സംഗതി ഓഫായിട്ടിരിക്കുന്നത്. പിന്നെ പോയി ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതെല്ലാം ചവിട്ടി ഇടിച്ച് കളഞ്ഞു. ഒരു രക്ഷയില്ല. എന്തോരം നശിപ്പിച്ചേക്കുന്നല്ലേ? എല്ലാം നശിച്ച് കുളിച്ചു പോയി. അയ്യോ, ഇവിടെ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. എന്നാ ചെയ്യാൻ? ഇട്ടേച്ച് പോകാവോ? പോയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ അവസ്ഥയാണ് ഉള്ളത്.
ഇനി മറ്റേ ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നു സംഭവം. ഫോറസ്റ്റുകാർ ഒന്ന് നോക്കി ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പറമ്പും ചേട്ടൻ്റെ പറമ്പ് തന്നെയാ? ആ കയ്യില വിളിച്ചേക്കുന്നത് പറമ്പിൽ എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? പിന്നെ അതിനകത്തെ തെങ്ങെല്ലാം ബാക്കിയൊന്നും ഇല്ല. ഈ പ്രാവശ്യം പുതിയ തെങ്ങ് കളഞ്ഞിട്ട് ആണോ? അത് കളഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അല്ലേ? അത് 5-6 കളഞ്ഞു. അതിനെല്ലാം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 5-6 തെങ്ങ് കളഞ്ഞല്ലേ? അത് ചൊട്ടയിട്ടതും കായ്ച്ചു തന്നു. ഇനി 1-2 ട്രപ്പുണ്ട്. 1-2 ഇനി ഉള്ളൂ. ബാക്കിയെല്ലാം കളഞ്ഞല്ലേ? കൊടി കളഞ്ഞു. കശുമാവ 2 കളഞ്ഞല്ലേ? ഓരോ കൊല്ലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം സംഗതി ഇവിടെ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി. ഇതെടുത്തു പോകുമെന്ന് പറഞ്ഞിട്ട് അതും നടക്കുന്നില്ല. മിനിയാന്ന് അലാറം അടിച്ചു കഴിഞ്ഞപ്പോൾ ആനയായിരുന്നോ? മിനിയാന്ന് ഒന്നും കണ്ടില്ല. രാവിലെ നോക്കുമ്പോൾ അതാണ്ട് ചെറുതായിരുന്നു. ചെറിയ എന്തോ ജീവിയായിരിക്കും. അന്ന് ഓണാക്കി വെക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ വന്ന് എനിക്ക് തോന്നുന്നു ചെയ്ത് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ നമ്മളാ വെള്ളം തിരിക്കാൻ പോകുന്ന വഴിക്ക് അവിടെ എല്ലാം തൂറി ഇത് പേടിച്ച് ഓടി തന്നു. കാട്ടിൽ വെള്ളം തിരിക്കാൻ പോയിട്ട് അതിന് അന്ന് ഓണടിച്ചായിരുന്നു. അലാറം അടിച്ചായിരുന്നു. അപ്പം നമ്മൾ പോയി നോക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെ തൂറിയിട്ടിട്ടുണ്ട്. പോർച്ചുകാർ വന്നപ്പോൾ പറഞ്ഞാൽ അത് അതിന് മുമ്പ് വന്നതാ. അന്നേരം പറഞ്ഞാൽ അവർ പോയത്. എന്തായാലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നെ അല്ലേ, നിങ്ങൾ ഒന്നാമത് ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? ഒറ്റയ്ക്ക് താമസം. നമുക്ക് സന്ധ്യ ഒന്ന് പുറത്തോട്ടിറങ്ങാവോ? ഇതെവിടെ നിൽക്കുന്നു പറയാൻ പറ്റുമോ? ഇന്നാളാ മറ്റേ പിന്നെ കറണ്ട് ബില്ല് നോക്കാൻ വന്നയാള് ഈ പകല് ഓടിച്ചതല്ലേ? അതുകൊണ്ട് അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പടക്കം പൊട്ടിച്ച് പോകുന്നത്. ഓരോ വളവെത്തുമ്പോഴും പടക്കം പൊട്ടിച്ചാ പോകുന്നത്. അത് പിന്നെ അയാളത് പിന്നെ ഈ വഴി വന്നിട്ടില്ല പാവം. എല്ലാവർക്കും ജീവനി കൊതിയില്ല. പിന്നെ അത് ഇതുപോലെ വഴി സൈഡിലാണ് നിൽക്കുന്നത്. അത് ഇയാൾ കാണുന്നല്ലോ. അടുത്ത് വന്നപ്പോഴേ കണ്ടത്. പുള്ളി കണ്ടല്ലേ? അത് കൊമ്പനാനയാന്ന് പറഞ്ഞേ? കൊമ്പൻ അല്ലേ? അപ്പൊ അത് തന്നെയായിരിക്കും ഇതിലെ സ്ഥിരം ഇറങ്ങുന്നത്. അത് തന്നെ. ഇന്ന് മത്തഞ്ഞാന്റെ തെങ്ങ കളഞ്ഞിട്ടുണ്ട് ഇന്നലെ അവരുടെ വീടിന്റെ താഴെ. എന്നാ ഇവിടെ ഉണ്ട് മുതൽ എവിടെയോ ഈ കാടല്ലേ ഈ മേളിൽ എവിടെയോ കയറുന്നു. അതാ ഞാൻ പൊട്ടിച്ചേ. അതെ, 1 കിലോമീറ്റർ മറ്റേ ഫെൻസിങ് ഉണ്ടെന്നും പറയുന്നു. ഫെൻസിങ് ഇടുന്നുണ്ടോ? അത് നോക്കാൻ വന്നാ പറഞ്ഞത്. അല്ലേ? ഫെൻസിങ് കറക്റ്റ് അല്ലാത്തോണ്ട് ഇത് ഇറങ്ങി പോയിരുന്നല്ലേ ഇങ്ങോട്ട്? ഫെൻസിങ് പണ്ടൊരു കാലത്ത് ഇട്ടതാ. അതെല്ലാം ആന മരമെല്ലാം തള്ളിയിട്ട് അതെല്ലാം കളയുന്നേ. അത് തന്നെയല്ലേ ഈ ഫെൻസിങ് നമ്മൾ മാസത്തിലൊരിക്കലും ലൈൻ പോയി നോക്കണം. ഇതൊക്കെ കയറി വള്ളിയും കാടും എല്ലാം കൂടി ചുറ്റിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അതങ്ങനെ നശിച്ചു പോയത്. പിന്നെ ഇപ്പം ഇടുന്നുണ്ടെന്നാ പറഞ്ഞു. 1 കിലോമീറ്റർ കണ്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് ജീവിക്കുക അല്ലേ? അതെ. നമുക്ക് അന്ന് പറഞ്ഞ ടാങ്കിന്റെ കാര്യം ശരിയാക്കാം കേട്ടോ. ആരെങ്കിലും വരുവേ, നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഇത് കൂട്ട് ഒരെണ്ണം കൂടെ അലാറം കൂടെ വെച്ച് തരാൻ ഒരാളെ സ്പോൺസർ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങ് വെച്ച് നോക്കാം. അവിടെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കാം. ഈ ഭാഗത്ത് വെക്കണ്ടേ? അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരവ് കുറവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാ. അപ്പൊ കിഴക്ക് വശത്ത് നമ്മുടെ അതിൽ ഉള്ള പറമ്പുകാരൻ്റെ അതിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നു. അവിടെ ഒരെണ്ണം വെച്ചാൽ ആ വീട്ടുകാരനും ഗുണമായത്. അപ്പുറത്തൊരു വീട്ടുകാരൻ നമുക്കുണ്ട്. ഏതാ? ഷാജി. അവരിപ്പോ അവിടെ ഇല്ലല്ലോ, താമസമില്ല. ഇപ്പൊ ഇല്ല. എന്നാലും പകൽ സമയത്ത് എവിടെയാ? ഇനിയിപ്പോ നിങ്ങളല്ലേ താമസമുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അപ്പുറം നിങ്ങളുടെ വീട് നിങ്ങളെ രക്ഷിക്കാന്നുള്ളതാണല്ലോ. പറമ്പ് മൊത്തം ഇതുകൊണ്ട് രക്ഷപ്പെടിയല്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാം. പറമ്പ് മൊത്തം രക്ഷപ്പെടണമെങ്കിൽ ഇത് എത്ര ഏക്കറുണ്ട് സ്ഥലം? ഇത് 5-6 ഏക്കറില്ലേ? ഇല്ല. അത് 2 ഏക്കറായിരുന്നു അപ്പുറത്തെ. അത് അളന്ന് വന്നപ്പോ 1.60 ഉള്ളൂ. എന്താണേലും ഇത്ര ഏക്കറൊന്നും ഇത് പിടിക്കുകയല്ല. ഇത് 12 മീറ്ററേ കിട്ടുള്ളൂ. 12 മീറ്ററേ ദൂരത്തെ എത്തിയാലേ അടിക്കുള്ളൂ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പൊ 2 സൈഡിൽ നിന്ന് വന്നാൽ അടിച്ചോളൂ. അപ്പുറത്താണ് വെക്കണ്ടേ? ചേച്ചി എന്നാ പറഞ്ഞ ചേച്ചി? ഇവിടെയല്ല, അപ്പുറത്താ വെക്കണ്ടേ? അങ്ങനെ പറമ്പില ചേച്ചി ആ വെള്ളം തിരിക്കാൻ പോയ സ്ഥലത്താ? അതിന്റെ അപ്പുറത്താ. കപ്പിലാവ് ഒടിഞ്ഞിട്ടില്ല. അതേലാ വെക്കണ്ട. അവിടെ വെക്കണ്ടല്ലേ? അതേ വെക്കുവാണെങ്കിൽ അപ്പുറത്ത് വന്നാലും അറിയാം, ഇപ്പുറത്ത് വന്നാലും അറിയാം. ഷാജിയുടെ ഇതിലെ വന്നാലും ഇപ്പുറത്തൂടെ ഇറങ്ങിയാലും. ഇനി ഇപ്പുറത്തെ വഴി കൂടെ ഇതിലെ വന്നാൽ ഇതിന്റെ സൗണ്ടല്ലേ അങ്ങോട്ട് കേൾക്കുന്നേ? അല്ല, ഇതിലെ വന്നാലല്ലേ അടിക്കുള്ളൂ. ഇപ്പുറത്തല്ല, അപ്പുറത്താ വെക്കണ്ടേ? അപ്പുറത്തെ പറമ്പ് മൊത്തം കളയുമല്ലേ. എത്ര തെങ്ങ് കളഞ്ഞെന്നറിയാം അങ്ങനെ പറമ്പിൽ. രാത്രി അടിക്കുമ്പോ പേടിച്ചിരിക്കുമായിരിക്കും അല്ലേ? പേടിച്ചെന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കുമ്പോ ഞാൻ വിളിക്കും. മത്തഞ്ഞാന്റെ അവിടെ ഒരു തെങ്ങ് കളഞ്ഞേ വീടിന്റെ തൊട്ടാടി. അവര് രാത്രി അറിഞ്ഞപ്പോ എന്നെ 3 മണിയായി വിളിച്ചു. പക്ഷെ നമുക്ക് രാത്രി എന്നാ ചെയ്യാൻ പറ്റുന്നത്?
സാധനം ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പടക്കം മേടിച്ച് വന്നേനെ. ഈ കാട്ടിനകത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കും. അല്ല അതുകൊണ്ടാണ് ഞാൻ പടക്കം മേടിച്ചോണ്ട് വന്നേ. രാത്രിയാകുമ്പോ ഇറങ്ങും, പകല് മുകളിൽ കയറി നിൽക്കും. എവിടെയെങ്കിലും കയറി നിൽക്കും. അത് എന്നാന്ന് അതിന്റെ ചാണകത്തിനകത്ത് കാണണം. മാമ്പഴം, അണ്ടി, ചക്കക്കുരു. ചക്കക്കുരും കശുവണ്ടി മറ്റേ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? പുല്ലിന്റെ നാരും പേരും എല്ലാം കൂടി ഇതും കയറി നോക്കിയാൽ അറിയാം. ഇവിടുന്ന് നമ്മളാ വെള്ളം തിരിച്ചതിന്റെ അവിടുന്ന് നിങ്ങളും കൂടി അവിടെ വലിച്ച് ട്യൂബിട്ടില്ലേ ആ കെട്ടിന്റെ അകത്ത് അതിന് അപ്പുറേ ആ തെങ്ങ്. അത് അന്ന് തിരിച്ചതിന് ശേഷം അതിനുശേഷമാണോ? അത് കഴിഞ്ഞാ ആണല്ലേ? അതിനുശേഷം പിന്നെ നിങ്ങൾ തിരിക്കാൻ പോയോ അങ്ങോട്ട്? ഇല്ല, പിന്നെ പോയില്ല. ആ ഒറ്റ പ്രാവശ്യം തിരിച്ചു. പിന്നെ ഈയിടെ വെള്ളം നിന്ന് പോയി. എനിക്കറിയില്ല, ഞങ്ങൾ കണ്ടില്ലോ. കണ്ട് അതിന് മുമ്പുള്ളതൊന്നും അല്ലെന്നേ, അന്ന് തന്നെ. എന്നാലേ നമുക്കേ വരുന്ന ദിവസങ്ങളിൽ മറ്റേ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് വെക്കാം. അപ്പുറത്ത് അവരുടെ അടുത്തും വെക്കുന്നുണ്ട്, ഒരാൾ സ്പോൺസർ ആയിട്ടുണ്ട്. നമുക്ക് വെക്കാം കേട്ടോ. അല്ല, അവിടെ വെക്കുവാണെങ്കിൽ ഇത് അങ്ങനെ വീട്ടുകാർക്കും ഇപ്പുറത്തുള്ള ഞങ്ങൾക്കും ഉപകാരമായില്ലേ. അതെ അതെ അതെ. ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. വല്ലപ്പോഴും ഞങ്ങൾ വരവ് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ആരും വരുന്നില്ല ഇങ്ങോട്ട്? ഫോറസ്റ്റുകാർ 4 പേരെ മറ്റേ 3 ആണുങ്ങളും 1 പെണ്ണും അല്ലേ വന്നു. അവർക്ക് എത്ര സ്ഥലത്ത് പോയാലാ? അവർക്ക് അന്ന് തന്നെ എവിടെയൊക്കെ ആറിലൊക്കെ അതെ 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 അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു പോയി. അപേക്ഷ കൊടുത്തു. തെങ്ങ് കളഞ്ഞതിൻ്റെ ഒക്കെ അപേക്ഷ കൊടുത്തോ? അല്ലേ? എന്നിട്ടോ? തെങ്ങ്, പിന്നെ കുരുമുളക് പൊടി, 2 കശുമാവ് എല്ലാം കളഞ്ഞായിരുന്നു. ഏത്തവാഴ. അല്ലേ? എത്ര തെങ്ങ് കളഞ്ഞേ? 9 തെങ്ങ് കളഞ്ഞല്ലേ? അത് 2 പ്രാവശ്യമായിട്ട് കളഞ്ഞേ. എന്തായാലും ഈ 1 മാസം കൊണ്ടാ? 1 മാസം 1.5 മാസത്തിനകം. ഇപ്പോൾ അവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇപ്പോഴും പെട്ടെന്ന് കിടപ്പുണ്ട്. ആണല്ലേ? അത് മണ്ണടക്കം മറിഞ്ഞ് കിടക്കുന്നു. ഉന്തി തെളി ഇതുപോലെ തന്നെ അവിടെ മറിച്ചേക്കുന്നത്. വേറെ അടക്കമല്ലേ മറിക്കുന്നത്? ഇവിടെയൊക്കെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ തെങ്ങ് ഉള്ളതുകൊണ്ട് പിന്നെ ഈ മാങ്ങയൊക്കെ പറിച്ചാ? മാങ്ങ ഇന്നലെ ആ പോർച്ചുകാർ വന്നു, അവരെല്ലാം പറിച്ചല്ലേ? മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നേ, മാങ്ങ തിന്നാൻ വേണ്ടി വരും. മാങ്ങ ഇതെല്ലാം ചക്ക ഇഷ്ടം പോലെ ചക്കയല്ലേ? ഈ പറമ്പിലൊക്കെ ഈ പ്ലാവ് വഴിയൊക്കെ ചക്കയാണ്. അതാണ് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഈ പ്ലാവും മറ്റേ അല്ല ചക്കയും മാങ്ങയൊക്കെ കളയുന്ന നല്ലത്. നമ്മള് അത് വേറൊരാളുടെ അതിനകത്ത് ഒരു 8-10 പ്ലാവുണ്ട് നിറച്ച് ചക്കയായിട്ട്. ഒന്നും ആരും കൊണ്ടുപോയില്ല. ഈ ആന ബാക്കി എല്ലാം പഠിച്ചു പോയി. അത് കാരണം ആന വന്ന അതല്ല ചക്കയെല്ലാം പറിച്ചു തന്നു. അപ്പോൾ അവൻ്റെ വീടിനൂടെ ആ വീട്ടിൽ അവിടെ വന്നിട്ട് അങ്ങോട്ട് വന്നു. അപ്പൊ അത് ഇതിൽ തന്നെ പോയാ? ഇതിൽ തന്നെ, ഈ റോഡ് തന്നെ, ഈ റോഡ് തന്നെ അല്ലേ? ഓ, കിഴക്കുന്ന് നിന്ന് റോഡ് തന്നെ അങ്ങ് പോകും അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടല്ല വരുന്നത്, കൂടുതൽ ഇങ്ങോട്ടാണ് അല്ലേ? ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിലാണ് ഇറങ്ങുന്നത്. അതിലേ ഇറങ്ങും. അപ്പുറത്തൊരു ചാലുണ്ട്, അതിലേ ഇറങ്ങും. നോക്കാം, അവൻ വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കിയിട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെ റോഡൊക്കെ വഴിയുണ്ടെങ്കിൽ ഒരു നമുക്ക് നടക്കാൻ പറ്റും. അതെ, ഇതിങ്ങനെയൊന്നും ഈ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. ഈ വഴിയെ കൂടെ തന്നെ നടന്നു വരുന്നല്ലേ ഇത്? ഈ വഴി തന്നെ വരും അല്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ കാണൂല്ലേ ഇത്? ഈ നാട് കാണും, അങ്ങ് മുകളിൽ വരെ വനമല്ലേ? ഇതുപോലെ ഓരോരുത്തരെ പറമ്പാ, പക്ഷെ കളിക്കാതെ ഇങ്ങനെ കിടക്കുമല്ലേ? നിൽക്കാൻ സൗകര്യമാണോ അല്ലേ? ഒന്നും പഴിക്കണ്ട, മരം വീഴൊന്നും ഒന്നും പഴിക്കണ്ട. ഇതിലേ കയറിപ്പോയേ. ഇതിലേ കയറിപ്പോയി? ഞങ്ങൾ വെള്ളം തിരിക്കാൻ പോകുന്ന വഴിയാണ്. നമ്മളൊന്ന് പിണ്ടൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഉണ്ടല്ലേ? ഇതിലെങ്ങനെയാ പോയേ? ഇതിലേ പോയത് എനിക്ക് തോന്നുന്നു. പുല്ല് മാറി കിടക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം വന്നല്ലേ? പിന്നെ ഈ മേൽ പൈപ്പ് എല്ലാം പൊട്ടിച്ചായിരുന്നോ? പൈപ്പ് ഇത് മുഴുവൻ പഠിച്ചു കൂട്ടിയിട്ട് നമ്മൾ പിന്നെ ശരിയാക്കിയിട്ടുണ്ട്. ആണോ? പിന്നെ ശരിയാ. പൈപ്പ് അപേക്ഷ വെക്കാൻ മറന്നും പോയി. എല്ലാം നഷ്ടക്കച്ചവടം മാത്രമേ ഉള്ളൂ അല്ലേ? അത് ആ അപേക്ഷ എഴുതിയപ്പോൾ ഞാൻ ഇറങ്ങി വിട്ടു. ഒരു 100-300 മീറ്റർ പൈപ്പ് ചവിട്ടി കൂട്ടി കളഞ്ഞു. ഇതൊന്ന് പറിച്ചിട്ട് ഈ പുല്ലിനെല്ലാം ചൂട് കിടക്കുന്നു. കണ്ടു. ഇതന്ന് ഈ തെങ്ങ് കിട്ടുമെന്ന് നോക്കിയതാ. അതായത് അവരുടെ വീടിൻ്റെ തൊട്ട് അടുത്താണ് കേട്ടോ ഈ ഒരു തെങ്ങ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വരെ ചെളിയാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെയൊക്കെ ആന പിണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്.
ഞാനിവിടെ വന്നപ്പോൾ ഇത് ഞാനിത് മണ്ണിടിച്ചിലാന്ന് കേട്ടോ വിചാരിച്ചത്. അയ്യോ ആന ഇറങ്ങിയതാ. ആന വന്നല്ലേ? നിങ്ങൾ കയ്യാലയും പോയില്ലേ? കയ്യാലെ ചവിട്ടും ഇടിഞ്ഞു പോയി. മോളത്തെയും പോയില്ലേ? മേളത്തെ അവിടെയും കയ്യാല പോയി, ഇവിടെയും കയ്യാല. രണ്ട് ഇതേപോലത്തെ രണ്ട് കട്ടായിട്ട്, ഈ രണ്ട് കട്ടായിട്ട് വന്ന കയ്യാലല്ലേ? അതെ അതെ. കയ്യാല മൊത്തം പോയിട്ട് JCBക്ക് മണ്ണ് ചോരായിട്ട് റോട്ടിൽ വീണ ഇത് ഇനി മാറ്റണമെങ്കിൽ നല്ലൊരു പണിയാണ്. അതെ, ജീപ്പ് വന്നോണ്ടിരുന്നല്ലേ? അപ്പഴ ഈ ജീപ്പ് വരുവുള്ളത്. അതെ അതെ. ഇനി അതും കല്ലെല്ലാം ഇനി വെട്ടി മാറ്റണം. ഓഹോ, ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഈ കല്ലെടുത്ത് മാറ്റാൻ? ആ കല്ല് നമ്മൾ അല്ല ഇത് ഫോറസ്റ്റുകാരോട് പറയത്തില്ലായിരുന്നോ? അവർ കണ്ടല്ലേ, അവരോട് പറഞ്ഞില്ല ഇത് ക്ലിയർ ആക്കി തരണമെന്ന് പറയത്തില്ലായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോട് വിളിച്ച് പറയാം, ഞങ്ങളുടെ വഴി ആന ഇടിച്ച് കളഞ്ഞു, വഴി നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും വലിയ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? അയ്യോ ബുദ്ധിമുട്ടേ ഉള്ളൂ. കണ്ടമാനം കൃഷി കളഞ്ഞല്ലേ? കൃഷി ഒത്തിരി കളഞ്ഞു. അല്ല, താഴത്തേക്കും കളഞ്ഞു. ഇതിൻ്റെ അടിയിൽ അതെങ്ങ് മറിച്ചിട്ട് താഴേക്കും പോയോ? അതേയില്ലേ പോയേ? അത് ഇന്നാണ് വന്നപ്പോൾ ആണല്ലേ? ഇത് മിക്കവാറും മഴക്കാലത്ത് ഇത്രയും വലിയ ഇറക്കത്തിലും ആന ഇറങ്ങി. അയ്യോ ഇതൊന്നും ആനയ്ക്കൊരു വിഷയമല്ല. അത് നല്ല വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പോൾ ഇത് പേടിയാണ്. ഈ വഴിയൊക്കെ ആന പോകുന്നത് കേട്ടോ. ഇതുണ്ടോ ഇതേപോലെ നിന്ന് കയ്യാതെയാണ് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയായിട്ടോ. നമുക്ക് എത്ര പെട്ടെന്നേ മറ്റേ അലാറം കൂടെ വെണ്ടേ വെക്കാട്ടോ. ഈ ഭാഗത്ത് നല്ല ചാലുണ്ട്, എപ്പോഴും ഇറങ്ങുന്നു. ആന അതിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മറഞ്ഞാൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ താഴെ തെങ്ങും പെടുന്ന കിടപ്പില്ല. അതാണ് ആ മണ്ണ് കണ്ടോ, മണ്ണ് പോലെ ഉണ്ട്. തെങ്ങിൻ്റെ ചവിട്. അതെത്ര ദിവസമായി? അത് 1 മാസമായി. അല്ലേ, 1 മാസമായില്ലേ? ഒരു തെങ്ങിൻ്റെ ചൂടാക്കാണ് മറിച്ചിട്ട് ഇത്രയും ഇറക്കത്തിൽ കേട്ടോ. കുത്തനെ ഇറക്കമാണ് അവിടെ ആന ഇറങ്ങിയിരിക്കുന്നത്. അത് ഇതിനകത്ത് തന്നെ 8-9 തെങ്ങ് കളഞ്ഞല്ലേ? 1 മാസമായതാന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പുല്ല് കിടക്കുന്നതാണ്. മുകളിലുണ്ടാവില്ലേ ചിലപ്പോൾ? അല്ല, എന്തായാലും സൂക്ഷിച്ചിരിക്കും. നമുക്കേ മറ്റേ സാധനം കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ചാലിയാൻ കാണിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് വെച്ചാൽ മതി. ഈ ചക്കയൊന്നും പറിച്ചിട്ടില്ലല്ലോ? ഇതൊന്നും പറിച്ചില്ല, അപ്പുറത്തൊന്നാ പറിച്ചത്. ഈ ചക്ക വേണ്ടായിരുന്നോ? ഇത് വയറ് നിറഞ്ഞപ്പോൾ കയറിപ്പോയി. ഒരു 10 രൂപയൊക്കെ കൂടുതലൊക്കെ എങ്ങനെയാണ് തിന്നുന്നത്. അതെ അതെ. അതായത് ഈ പറമ്പൊക്കെ ചേട്ടൻ്റെ പറമ്പാട്ടോ. നമുക്ക് പറമ്പ് മാറുന്നത് പെട്ടെന്ന് മനസ്സിലാവും. പറമ്പിലെ കാട് നോക്കിയാൽ മതി. ചേട്ടൻ്റെ പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുല്ലും പിടിച്ച് കാട് പിടിച്ച് കിടക്കണം. ഈ ചേട്ടൻ ഈ പറമ്പിൽ കിടന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ് ഈ പറമ്പ് ഇത്രയും തെളിഞ്ഞിങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആനയും മറ്റ് വന്യജീവികളൊക്കെ വന്ന് ഇങ്ങനെ നശിപ്പിച്ച് തീർക്കും കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തോട്ടായിരിക്കും അല്ലേ? ചേട്ടൻ്റെ അപ്പുറത്തോട്ടില്ല, നമുക്ക് ഇവിടെ വരെ അല്ലേ ഉള്ളൂ? ഇതിവിടം വരെ ഉള്ളൂ. തെളിച്ചാടം വരെ വേണ്ട. ഞാൻ പറഞ്ഞാൽ തന്നെ കാട് കണ്ടോ, പെട്ടെന്ന് കാടായത് കണ്ടോ. റോട്ടിലുമായി ഇതിലേ വന്നില്ലെന്ന് തോന്നുന്നു. ഇതിലേ ഇറങ്ങുന്ന അല്ലേ? അതിലേ ഇറങ്ങുന്ന അതൊരു ചാല അല്ലോ. പറമ്പ് മാറിയതാണ്. ചേട്ടൻ്റെ പറമ്പ് നല്ല വൃത്തിയായിട്ടാണ് ചേട്ടൻ സൂക്ഷിക്കുന്നത് കേട്ടോ. നമുക്കേ 2 ദിവസം കൊണ്ട് കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കൂടെ അറിയാമല്ലോ ഇനിയിപ്പോൾ എവിടെയൊക്കെ ഇറങ്ങുന്നത് നോക്കിയിട്ട് വെക്കാം. ചിലപ്പോൾ ഈ ചക്ക തീരുമ്പോൾ അങ്ങ് വരവ് നിൽക്കും. ചിലപ്പോൾ ചക്ക തീർന്നാൽ ഇത് എപ്പോഴാണെന്ന് നമുക്ക് തെങ്ങിനും പിടിക്കും അല്ലേ? തെങ്ങും ഉണ്ടല്ലോ അല്ലേ? തെങ്ങ് ചക്ക കളഞ്ഞ് 2-4 എണ്ണം ഉള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ. അല്ലേ, കാറ്റടിക്കുമ്പോൾ ആനച്ചൂര് വരുന്നുണ്ട്. അവിടെ 1-2 പെര കിടപ്പുണ്ട്. അല്ലേ, ശരിക്കും അടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെ ഉണ്ട് കേട്ടോ. നന്നായി മുകളിലുണ്ട്, ആനച്ചൂരുണ്ട്. ഞാൻ പടക്കം പൊട്ടിച്ചത് വെറുതെ അല്ല, ശ്രദ്ധിക്കണം. അതെ, നമ്മൾ വഴി ഇങ്ങനെ നടന്നു വരും. ഇത് എപ്പോഴാണ് ഈ പകുതി കണ്ണും കാണാതെ എങ്ങനെ വഴിക്ക് പോരും? ഞാനങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷയ്ക്ക് കയറി വരുന്നത് കണ്ടായിരുന്നു. അപ്പം എങ്ങനെ വണ്ടി കിട്ടിയാൽ അല്ല, പിന്നെ ഓട്ടോ ഇവിടെ വിളിക്കും. എന്നിട്ട് താഴെ പോയാൽ നമ്മൾ ഏത് കടയിൽ ഇറങ്ങേണ്ട അവിടെ കൊണ്ട് ഇറക്കും. ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് ഇവിടെ വരെ നടന്നു കയറണ്ടേ? പിന്നെ പയ്യെ നടക്കും. അയ്യോ, ഒരു 5 കിലോ 10 കിലോ ഒക്കെ എടുത്തുണ്ടാവും. മറ്റേ അല്ലെങ്കിൽ ജീപ്പ് കിട്ടും. ജീപ്പിന് വലിയ വിഷയം അതൊക്കെയാണ് വിഷയം. അങ്ങനെ നമ്മളും ജീവിച്ചു പോന്നു. എന്നാൽ ചിലത് ഇട്ടേച്ച് എങ്ങോട്ട് പോകാൻ, ഇട്ടേച്ച് എങ്ങോട്ട് പോയാൽ ആര് വാടക കൊടുക്കും, എങ്ങനെ നമ്മൾ ജീവിക്കും? അതൊക്കെ ഇവിടെ തന്നെ കൂടിയേക്കാണ്. നിങ്ങൾ ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടോ, ചേച്ചി സംസാരിച്ച കാര്യം കേട്ടു. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. നമ്മൾ ഓൾറെഡി ആ ചേട്ടനും ചേച്ചിയും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേയും കേട്ടതാണ്. അങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങാം കേട്ടോ. പേടിച്ചാണ് ഞാനിങ്ങോട്ട് വന്നത്. അതുപോലെ ചേട്ടനും നമ്മളിപ്പോൾ പറഞ്ഞ് സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പടക്കം കയ്യിൽ കരുതിയത്.
അവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്, മറ്റേ മത്തങ്ങാൻ്റെ ചേച്ചി നമുക്ക് പടക്കമൊക്കെ എടുത്ത് തന്നതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി കേട്ടോ. ഇവിടെ അടുത്തൊന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. ഏതായാലും അപകടങ്ങളൊന്നും വരാതെ ഇവർ നിൽക്കട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. കാരണം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. ഇതൊക്കെ അപകടമൊന്നും വരാതിരിക്കട്ടെ, കൂടുതൽ വേറെ മോശം വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം ഇതിൽ രാത്രി എന്നെ വിളിക്കും കേട്ടോ. എന്നെ അല്ലെങ്കിൽ ജിഷോനെ മാറി മാറി ഇവർ രണ്ടുപേരും വിളിക്കും. കാരണം ഈ അലാറം അടിക്കുമ്പോഴേ അവർക്കറിയാമല്ലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മൾ പറയും പരിക്കകത്ത് ഇറങ്ങണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വാതിലൊന്ന് ചെയ്ത് കൊടുക്കും. വാതിൽ കിട്ടാത്തതുകൊണ്ടാണ്, കിട്ടിയ ഉടനെ നമ്മൾ ആ വാതിൽ വെച്ച് കൊടുക്കും കേട്ടോ. ഓർഡറൊക്കെ ചെയ്തിട്ട് കുറച്ചായതാണ്, കടക്കാർ ഇട്ടിച്ചിരി ഡിലേ ആക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത് കിട്ടിയാൽ നമ്മൾ ഉടനെ ചെയ്യും. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.